അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ചേർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ യോഗാ ദിനം ആചരിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് ഉദ്ഘാടനം ചെയ്തു. മാനസിക സംഘർഷങ്ങളെയൊക്കെ യോഗ ചെയ്യുമ്പോൾ നമുക്ക് ലഘൂകരിക്കാൻ കഴിയും. നമ്മൾ ഒരു ദിനചര്യയായിട്ട് യോഗ നമ്മൾ എടുക്കണം. ഇവിടെ നല്ല രീതിയിൽ യോഗ ക്ലാസുകൾ നമ്മുടെ ആയുർവേദ ഹോസ്പിറ്റലിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന് സന്തോഷം. ഇത് നമ്മുടെ എല്ലാ വാർഡുകളിലേക്കും ഇത് വ്യാപിപ്പിക്കണം. നമ്മൾ അംഗൻവാടി ഉള്ള സ്ഥലങ്ങളിൽ അംഗൻവാടിയുടെ മോഡലിൽ നമ്മൾ ഷീറ്റിട്ട് അതിനുള്ള സൗകര്യങ്ങൾ നമ്മൾ എടുക്കാനായിട്ട് നമ്മുടെ ധനസഭ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ സ്കൂളുകളിൽ നമ്മുടെ കുട്ടികൾക്ക് യോഗ പരിശീലിപ്പിക്കുന്നതിനുള്ള ഒരു സാഹചര്യം നമ്മുടെ പഞ്ചായത്ത് ധനസഭ ഒരുക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് എന്നും രാവിലെ യോഗ ചെയ്ത് നല്ല എനർജി, പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രയത്നം നമുക്ക് നാളുകളിൽ ചെയ്യാം. ഞങ്ങളിവിടെ നമുക്ക് മെമ്പർമാർക്കും യോഗ നമുക്കൊന്ന് സ്വപ്നം തരണം. അതുകൊണ്ടായിരിക്കും നമ്മൾ ജീവനക്കാർക്കും ഒന്ന് ഇതിനുള്ള സൗകര്യം ചെയ്തു തരണം. ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഉണ്ടാവുന്നെങ്കിൽ അത് വരണം. നമ്മുടെ ഗ്രാമപഞ്ചായത്തിലൊക്കെ നമുക്ക് രാവിലെ തൊട്ട് നമുക്ക് പൊതുജനങ്ങളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ നമുക്ക് രാവിലെ തന്നെ നമുക്കൊരു ക്ലാസ് കിട്ടുകയാണെങ്കിൽ അത് നമ്മുടെ പഞ്ചായത്തിന്റെ വികസനത്തിനും പഞ്ചായത്തിന്റെ ക്ഷേമപ്രവർത്തനങ്ങൾക്കും ഒക്കെ വളരെ ഉപകാരപ്രദമായിരിക്കും. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം സുജിത് കുമാർ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ അമ്പിളി വേണു, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ലീന ജോസ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിദ്യ രമേശ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KR സിദ്ധാർത്ഥൻ, ക്രിസ്റ്റീന, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മുംതാസ്, ആയുർവേദ ഡോക്ടർ മുഹസ് കരീം, പഞ്ചായത്ത് അംഗങ്ങളായ PH ഉമ്മർ, പ്രിയലത പ്രസാദ്, ജയശ്രീ ഷാജൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് യോഗ പരിശീലനവും യോഗ ഡാൻസും വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി ഡോക്ടർ അപർണ നയിച്ച ക്ലാസും നടന്നു. ഇതൊന്നും മാറാതെ ഷുഗറിന്റെ ലെവൽ മൊത്തം കുറഞ്ഞതുകൊണ്ടുള്ള ആരോഗ്യമാവുന്നില്ല. നമുക്ക് മാറുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് സോഷ്യലി അയാളുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഹെൽത്ത് ഉണ്ടാവുക, അതുവരെ എത്തിക്കലാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം നമ്മുടെ ഡിസ്പെൻസറി എന്ന് പറഞ്ഞപ്പോൾ ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററാണ്. അതായത് ഒരാൾക്ക് രോഗാവസ്ഥ ഇല്ലെങ്കിൽ പോലും നമുക്ക് ഹെൽത്ത് ഇല്ല, ആരോഗ്യം ഇല്ലെങ്കിൽ നമുക്ക് അവിടെ വരാം. അവിടെ വന്നിട്ട് അതിനുള്ള കൗൺസിലിംഗ് ഉണ്ട്, മരുന്നുകളുണ്ട്, നമുക്ക് ദൈനംദിനം ചെയ്യുന്ന കാര്യങ്ങൾ, അതിനുള്ള എല്ലാ ഉപദേശങ്ങളും നമുക്ക് അവിടെ തരുന്നതാണ്. അപ്പൊ നമ്മൾ അതിന്റെ ഒരു പാർട്ടായിട്ട്, അപ്പൊ മനസ്സിന്റെ പ്രാധാന്യം പറഞ്ഞല്ലോ, മനസ്സിന് ഹെൽത്തി ആയാലും മാത്രമേ ശരീരം ഹെൽത്തി ആവുള്ളൂ. യോഗ ട്രെയിനർ ശ്രീജ യോഗ പരിശീലനം നയിച്ചു.